ദെൻ ദ നെക്സ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത് ലീനിയർ സെർച്ച് ആണ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള അൽഗോരിതം, അത് പല ടൈപ്പ് സെർച്ചിങ് ടെക്നിക്സ് ഉണ്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. അപ്പോൾ അത് ഒരു മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്, ദാറ്റ് ഈസ് ലീനിയർ സെർച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലീനിയർ സെർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് സെറ്റ് ഓഫ് എലിമെന്റ്സ് 5 3 1 6 9 8 2. അപ്പോൾ ഇതിൽ 9 എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ 9 ഫസ്റ്റ് എലിമെന്റ് നമ്മൾ നോക്കി എടുത്തു. അപ്പോൾ 9ഉം 5ഉം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു, അല്ല. അപ്പോൾ നമ്മളത് പോയി. അടുത്തത് നമ്മൾ 9ഉം 3ഉം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു, അല്ല. അതായത് സെക്കൻഡ് എലിമെന്റ് നമ്മൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു, അല്ല. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് തേർഡ് എലിമെന്റ് ചെക്ക് ചെയ്തു, 1 ഈക്വൽ ടു 9. ഓക്കെ, ആണോ എന്ന് ചെക്ക് ചെയ്തു, അല്ല. അടുത്തത് 6 9ഉം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു, അല്ല. സോ അടുത്തത് 9. അപ്പോൾ നമുക്ക് ഈ 9 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഈ എലിമെന്റ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു, അത് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഫൗണ്ട് നമ്മൾ പ്രിന്റ് ചെയ്തു, എലിമെന്റ് സെർച്ച് ചെയ്യുന്ന എലിമെന്റ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമുക്ക് ഇതിന്റെ അൽഗോരിതം ഒന്ന് എഴുതി നോക്കാം. ഇതിന്റെ അൽഗോരിതം ഫസ്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് സ്റ്റാർട്ട്. ദെൻ അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ എലിമെന്റ്സ് എല്ലാം കൂടെ നമ്മളൊരു അറേ, ടോട്ടൽ ഓഫ് ദ അറേ നമ്മളൊരു എലിമെന്റിലെ വേരിയബിൾ എന്നിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ. ചിലപ്പോൾ 10 ആകാം, 100 ആകാം, 1000 ആകാം, 1 lakh വരെ ആകാം, എത്ര വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ നമ്പേഴ്സ് നമ്മളൊരു അറേയിലേക്ക്, എ എന്ന് പറയുന്ന ഒരു അറേയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ നമ്പർ, ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത്, അത് നമ്മളൊരു വേരിയബിൾ എക്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ആൻഡ് നമ്മളിപ്പോൾ ഇവിടെ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഫ്ലാഗ് ആസ് 0. എന്നിട്ട് വിൽ സ്റ്റാർട്ട് ചെയ്യും ലെറ്റ് I is equal to 0 and then check whether ith element of A is equal to X. അപ്പോൾ ഒരു അറേയിലെ ith എലിമെന്റ്, അതിപ്പോൾ നമ്മളിപ്പം 0th എലിമെന്റ് എക്സുമായിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കി. ഇഫ് എസ് സെറ്റ് ഫ്ലാഗ് ആസ് 1 ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 10. അപ്പോൾ ഫ്ലാഗിന്റെ വാല്യൂ 0 മാറിയിട്ട് 1 ആയി. നമ്മൾ കണ്ടെത്തി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫ്ലാഗിന്റെ വാല്യൂ 1ലേക്ക് മാറുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ നോർമലി സ്റ്റെപ്പ് 8ലേക്ക് ഇത് പോയി, അതായത് ഇൻക്രിമെന്റ്, ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു. ആൻഡ് റിപ്പീറ്റ് സ്റ്റെപ്പ് 7 and 8 till I is equal to n-1. അപ്പോൾ ഈ നമ്മൾ ഐ ഇൻക്രിമെന്റ് ചെയ്തിട്ട് വീണ്ടും 7-8 സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, അതായത് ചെക്ക് വെദർ ദ ith എലിമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഈ ഐയുടെ വാല്യൂ 0 മാറി 1. അപ്പോൾ ഫസ്റ്റ് എലിമെന്റ് എക്സുമായിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കി. ഇഫ് എസ് സെറ്റ് ഫ്ലാഗ് ആസ് 1. ഓക്കെ, ഗോ ടു സ്റ്റെപ്പ് 10. ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 10ലേക്ക് പോയി. സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് ഫ്ലാഗ് 1 ആണെങ്കിൽ പ്രിന്റ് ദ എലിമെന്റ് ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ I+1. എൽസ് പ്രിന്റ് എലിമെന്റ് നോട്ട് ഫൗണ്ട്, അതായത് ഫ്ലാഗിന്റെ വാല്യൂ 0 തന്നെയാണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് എലിമെന്റ് നോട്ട് ഫൗണ്ട് എന്നാണ്. ഇതാണ് ലീനിയർ സെർച്ചിന്റെ അൽഗോരിതം.